അൾത്താരയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ അനുവദിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ശാന്തി. ഞാൻ കോട്ടയം ആനിക്കാട് പുല്ലാങ്തേടി ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത ഡേറ്റ് 2022 നവംബർ 16 ഇത് എൻ്റെ മകള് ആതിര. അവൾ നേഴ്സിംഗ് പഠനമായിരുന്നു. അവൾക്ക് ഭയങ്കര ഭയമായിരുന്നു പരീക്ഷയാകുമ്പോഴത്തേക്കും. എന്നും വിളിച്ച് അവൾ പറയുമായിരുന്നു, അമ്മേ എനിക്ക് പേടിയാണ്, ഞാൻ പരീക്ഷയ്ക്ക് ജയിക്കുമോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ പറയുമ്പോൾ എനിക്കും ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു, ഈശോയും അമ്മ മാതാവും കൊച്ചിൻ്റെ കൂടെയുണ്ട്. പരീക്ഷയാകുമ്പോൾ കൊച്ചിൻ്റെ കൈ പിടിച്ച് ഈശോയും അമ്മയും എഴുതിക്കും. കൊച്ചിൻ്റെ പരീക്ഷ പേപ്പർ ഈശോയും അമ്മയുമാണ് മാർക്കിട്ട് തരുന്നത്. കൊച്ചൊന്നും ഭയപ്പെടണ്ട, അമ്മ ഉടമ്പടിയിലല്ലേ എന്ന് പറയുമായിരുന്നു. പിന്നെ ഞാൻ ഈ വചനം പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചള വാതിലുകൾ തുറക്കുകയും ഇരുമ്പോടകൾ ഒടിക്കുകയും ചെയ്യും. ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രയേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും എന്നും ഇത് ചൊല്ലിക്കൊണ്ട് നടക്കാൻ ഞാൻ പറയും. അവൾക്കത് ഇഷ്ടമായിരുന്നു. സന്തോഷമാകും, പിന്നെ ധൈര്യമാകും. അങ്ങനെ പരീക്ഷയെല്ലാം കഴിഞ്ഞു. നല്ല റിസൾട്ടാണ് അമ്മയും ഈശോയും കൂടെ അവൾക്ക് തന്ന് ഞങ്ങൾ രക്ഷിച്ചത്. അതിന് 1000 നന്ദി. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വീടും സ്ഥലവും വഴിയില്ലായിരുന്നു. ഞങ്ങൾക്ക് നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കുഞ്ഞു ഇടവഴിയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ 10-15 കൊല്ലമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് അവിടെ നിന്ന് വഴി സൗകര്യമുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് എവിടെയെങ്കിലും മാറണം. ഞങ്ങളുടെ ഓണറിൻ്റെ പറമ്പിൻ്റെ അതിരയിലാണ് ഞങ്ങൾക്ക് സ്ഥലം. ഇതാരും വന്ന് വാങ്ങിക്കത്തില്ല. അപ്പം ഞങ്ങൾ ഓണറിനോട് പറഞ്ഞു, ഈ സ്ഥലം എടുത്തിട്ട് ഞങ്ങൾക്ക് കാശ് തരണം. അവരെന്ത് ചെയ്താൽ അത് സമ്മതിക്കത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ഒത്തിരി അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഈശോയോടും അമ്മ മാതാവിനോടും പ്രാർത്ഥിച്ചു. ഞാൻ കൃപാസനം ഉപ്പ് പെരയ്ക്ക് ചുറ്റുമിട്ട് എന്നും വിശ്വാസപ്രമാണം ചൊല്ലുമായിരുന്നു. പിന്നെ കാശുരുവം കൊണ്ട് കുഴിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഓണറുടെ പറമ്പിലും കൊണ്ട് കൃപാസന ഉപ്പും മാതാവിൻ്റെ കാശുരുവം കൊണ്ട് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവരങ്ങനെ സമ്മതിച്ചു, തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 3 സെൻറ്റ് സ്ഥലമേ തരുള്ളൂ, അതിനുള്ള കാശേ തരുള്ളെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് 10 സെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു അത് പറ്റത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ ഞങ്ങൾക്ക് 9 സെൻറ്റ് സ്ഥലം, നല്ല വഴി സൈഡ് റോഡ്, വണ്ടി ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് വരും. അങ്ങനെയുള്ള സ്ഥലം വാങ്ങിക്കാനുള്ള അനുഗ്രഹം ഈശോയും അമ്മ മാതാവും ഞങ്ങൾക്ക് തന്നു. അവിടെ എന്നും പോയി ഉപ്പിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾക്കൊരു ഭവനത്തിന് വേണ്ടിയിട്ട്. ഞാൻ 2 സ്ഥലം ഉണ്ടായിരുന്നു. അത് താഴത്തെ സ്ഥലത്തിന് ഇച്ചിരി കാശ് കൂടുതലായിരുന്നു. അപ്പം ഞാൻ കണ്ട സ്ഥലം നല്ല സ്ഥലമായിരുന്നു. അവിടെ ചെന്ന ഉടനെ ഞാൻ അവിടെ ഉപ്പിട്ടു പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ആ സ്ഥലം തന്നെ കിട്ടി. പിന്നെ എന്നും ഞാൻ പോവുമായിരുന്നു, ഉപ്പും ആയിട്ട് പോവുമായിരുന്നു. പിന്നെ കൃപാസനം പ്രാർത്ഥനകൾ അവിടെ കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ വീടിന് വേണ്ടിയിട്ട് ലോണിന് വേണ്ടിയിട്ട് നടന്നു. ലോൺ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അനുവദിച്ച് കിട്ടി. അങ്ങനെ ആ ലോണ് മുഖേന അത് ഞങ്ങൾക്ക് പെര വെക്കാനുള്ള അനുഗ്രഹം ഉണ്ടായി. പെര വെക്കാൻ ഓരോ പരിപാടി നടക്കുമ്പോഴും ഞാൻ ഈ കൃപാസന ഉപ്പുമായിട്ട് എന്നും പോകുമായിരുന്നു. പോയി 4 മൂലയ്ക്ക് ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കൃപാസനം തൈലം കൊണ്ട് അവിടെയെല്ലാം കുരിശ് വരയ്ക്കുമായിരുന്നു. കൃപാസനത്തിലെ പ്രാർത്ഥനകൾ മുഴുവൻ ഞാൻ അവിടെ കൊണ്ടുവച്ച് കേൾക്കുമായിരുന്നു. അവിടെ ഇരുന്ന് പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. എന്ത് നേരമില്ലെങ്കിലും ഞാൻ എന്നും പോകുമായിരുന്നു. അങ്ങനെ ഇരിക്കെ പെരയെ അനുവദിച്ചു. പെര നന്നായിട്ട് പണിയാൻ പറ്റി. ഇപ്പോൾ ആര് കണ്ടാലും ഇതെങ്ങനെ കിട്ടി ഈ സ്ഥലം, ഈ പെര എങ്ങനെ ഇത്രയും നന്നായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റി? പുള്ളിക്കാരനൊരു ശകലം മേലാഴി ഉണ്ടായിരുന്നു. അത് കാരണം ഞങ്ങൾക്ക് ഈ പെര അങ്ങനെ പുള്ളിക്കാരനെ കൊണ്ട് പറ്റത്തില്ലായിരുന്നു. ഞാനങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായ
ഒരു സാറ് SI ആയിരുന്നു. ആ സാറ് മുഖേന ഞങ്ങൾക്ക് പെര പണിത് തന്നു. ഞങ്ങൾക്കൊരു റിസ്ക്കും ഇല്ലായിരുന്നു. പുള്ളി വന്ന് ഞങ്ങൾ കാശ് എല്ലാം റെഡിയാക്കി കൊടുത്താൽ മതിയായിരുന്നു. പുള്ളി വന്ന് സഹായിച്ച് എല്ലാം പണിയിപ്പിച്ച് തന്നു. അങ്ങനെ നല്ലൊരു ഭവനം കിട്ടി. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പം സാക്ഷ്യം പറയാൻ വന്നപ്പം ഇവിടുന്ന് പറഞ്ഞു, അടുത്ത പ്രാവശ്യം പെര പണിത് താക്കോലുമായിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താക്കോലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ കയറി താമസിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. നവംബർ 15-ാം തീയതിയാണ് ഞങ്ങൾ കയറി താമസിച്ചത്. ഇത്രയും ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ച ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് എല്ലാവർക്കും കൊണ്ടു കൊടുക്കും. പിന്നെ എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം എല്ലാവരോടും പറയും. അങ്ങനെ ഒത്തിരി പേര് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ അനുഗ്രഹിച്ചു, ദൈവം അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ പൊതിച്ചോറുകൾ ഇങ്ങനെ പൊതിച്ചോറുണ്ടാക്കി ഈ മെഡിക്കൽ കോളേജിലുള്ളവർക്കും പിന്നെ ആശ്രമത്തിലുള്ളവർക്കും എല്ലാം കൊണ്ടു കൊടുക്കുമായിരുന്നു. പിന്നെ ഉള്ളവരെ എല്ലാം കാണാൻ പോകുമായിരുന്നു, രോഗികളെ കാണാൻ പോകുമായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇത്രയും ഞങ്ങൾക്ക് സാധിച്ചു തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. ഇനിയും ഞങ്ങൾ ഇതുപോലെ സാക്ഷ്യം പറയാൻ അനുഗ്രഹം തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഞങ്ങൾ ഇനി എന്നും ഈശോയുടെയും അമ്മയുടെയും സാക്ഷികളായി ജീവിച്ചു കൊള്ളാമെന്നും ഞാനും എൻ്റെ കുടുംബവും ജീവിച്ചു കൊള്ളാമെന്നും പറയുന്നു. ജോഷുവയുടെ പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം 9-ാം തിരുവചനം. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ വലിയ ഒരു വാഗ്ദാനമാണത്. ഉടമ്പടിയിലുള്ള 2 വാഗ്ദാനങ്ങളാണ്. ഒന്ന്, ദൈവം നമുക്കായി നൽകുന്ന വലിയ വാഗ്ദാനം, വലിയ സമ്മാനങ്ങൾ. അതുപോലെ തന്നെ നാം ദൈവത്തോട് ചെയ്യുന്ന പ്രതിജ്ഞയുടെ ഒരു ഭാഗമായിട്ടുള്ള ദൈവത്തോടുള്ള ദൈവസ്നേഹപ്രകടനം. ശാന്തിയും മകൾ ആതിരയും ഇവിടെ വന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുന്നത് ഈശോ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വഴി പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങൾക്ക് നന്ദി പറയാനാണ്. ശാന്തി പറയുകയുണ്ടായി, എനിക്കിവിടെ കയറി നിൽക്കാൻ ഭാഗ്യം ലഭിച്ചതിന് ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നുവെന്ന്. കാരണം മകൾക്ക് വലിയ ഭയമായിരുന്നു. നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഠനം കംപ്ലീറ്റ് ചെയ്യുവാനോ അല്ലെങ്കിൽ അത് തുടർന്നു കൊണ്ടുപോകാനോ സാധിക്കുമോ എന്നുള്ളൊരു വലിയ ആശങ്കയോടുകൂടെ ഇരിക്കുമ്പോഴാണ് ശാന്തി ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് മകൾ ആതിരയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നഴ്സിംഗ് നല്ല മാർക്കോടുകൂടി പാസ്സാകുവാനും വളരെ ധൈര്യത്തോടുകൂടി പഠിക്കുവാനും മുന്നോട്ട് പോകുവാനും സാധിച്ചതെന്ന്. എല്ലാ സമയങ്ങളിലും ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുകയും വചനങ്ങൾ അയച്ചു കൊടുക്കുകയും മകൾ അതനുസരിച്ച് രാവിലെയും വൈകുന്നേരവുമുള്ള പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും കൃത്യമായി അമ്മ നൽകുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും കൃത്യമായി പാലിക്കുകയും ചെയ്ത് ഇന്ന് ഈ മകൾ അൾത്താരയിലേക്ക് കയറി വന്നിരിക്കുകയാണ്. മകൾ നഴ്സിങ്ങിന് ശേഷം വളരെ ധൈര്യത്തോടുകൂടെ വന്ന് ഇപ്പോൾ ഉടമ്പടിയെടുത്ത് നമ്മുടെ അൾത്താരയിൽ നിൽക്കുകയാണ്. നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം. പരിശുദ്ധ അമ്മയെ സമീപിച്ച യാതൊരു കാര്യത്തിനും അമ്മ നമ്മെ കൈവിടുകയില്ല എന്ന് നല്ല ഉറപ്പുള്ള ഒരു ജീവിത പദ്ധതിയാണ്, പ്രാർത്ഥനാ രീതിയാണ് ഉടമ്പടി. നമ്മളോട് ജോസഫ് അച്ഛൻ പറയാറുണ്ട്, ദൈവം ആരാണ്, നിനക്കാരാണ് എന്നൊരു ചോദ്യത്തിന് നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തരമുണ്ടാകണം. കാരണം നാം വീടുകളിൽ നമുക്ക് സ്നേഹമുള്ളവരെ നാം പല പേരുകളിൽ വിളിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവം എനിക്കാരാണ്, മാതാവ് എനിക്കാരാണ്, ഈശോ എനിക്കാരാണെന്നുള്ള എൻ്റെ ഒരു ഓമനപ്പേര് അവർക്കുണ്ടോ? ഒരു മകളിവിടെ സാക്ഷ്യം പറയുമായിരുന്നു, ഞാനും ഈശോയും ഞാനും മാതാവും തമ്മിൽ സെൽഫി എടുക്കാറുണ്ട്. അത്രമാത്രം വലിയ ആഴമായ ബന്ധമാണ് ഓരോ മക്കൾക്കും ഇന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. നമുക്ക് പ്രിയപ്പെട്ടതായ ഈശോ ഇന്ന് നമ്മുടെ അൾത്താരയിൽ നമുക്ക് സാക്ഷ്യം പറയാനുള്ള വലിയ ഭാഗ്യം ശാന്തിക്കും മകൾ ആതിരയ്ക്കും നൽകിയിരിക്കുകയാണ്. ശാന്തിയുടെ വലിയ ഒരു ജീവിത ഭാരമായിരുന്നു അവരുടെ 15 വർഷമായിട്ടുള്ള ഒരു സ്ഥലം വിൽക്കാൻ സാധിക്കാത്തത്. അവിടെ കൊണ്ടുപോയി അമ്മ പറയുന്നുണ്ട്, ഞാൻ എന്നും അവിടെ കൊണ്ടുപോയി അവിടെ എൻ്റെ മൊബൈലുമായി പോയി വചനം ആ ഭൂമിയിലിരുന്ന് കേൾക്കുകയും അത് ഉച്ചത്തിൽ കേൾക്കുകയും അവിടെ കൊണ്ടുപോയി വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ അപേക്ഷിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി എപ്പോഴും ആ സ്ഥലം ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ച് വിറ്റുപോകുവാനും ഞങ്ങൾക്ക് മറ്റൊരു വീട്
നൽകണമേ എന്നുള്ളൊരു പ്രാർത്ഥനയുമായിരുന്നു ഉണ്ടായത്. കാരണം ഈ സ്ഥലത്ത് ഇവർക്ക് ശരിയായൊരു വഴിയോ സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. ഈ സ്ഥലം വിറ്റ് കഴിഞ്ഞപ്പോൾ അവർക്കൊരു പുതിയ വീട് ഈശോ നൽകിയത് വഴിയരികിൽ തന്നെ, മെയിൻ റോഡിനരികിൽ തന്നെ. എന്ന് ശാന്തി ഇവിടെ വീടിൻ്റെ കീയുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈശോ തന്ന ആ ഭവനത്തിന് നന്ദി പറയുന്നു. ശാന്തി അവിടെ ചെന്നിരുന്ന് വചനം കേട്ടുകൊണ്ട് ആ സ്ഥലത്തെ വിശുദ്ധീകരിക്കുകയായിരുന്നു. ഈശോ അത് തന്നെ നമുക്കൊരു മോഡൽ നൽകുന്നുണ്ട്. ജെറുസലേം ദേവാലയത്തിൽ ആളുകൾ നാണയമാറ്റവും മറ്റും ചെയ്തു കച്ചവടം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈശോയ്ക്ക് വളരെ സങ്കടം വന്ന് ഈശോ ഒരു ചാട്ടവാറുണ്ടാക്കി എല്ലാവരെയും അവിടെ നിന്ന് ഓടിക്കുന്ന ഒരു രംഗം നാം സുവിശേഷത്തിൽ കാണുന്നുണ്ട്. ഈശോ വളരെ തീക്ഷ്ണമതിയായി പറയുന്നു, എൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന് ദാവീദ് അരുളി ചെയ്തത്, ദാവീദ് പറഞ്ഞത് ഈശോ അവിടെ ഏറ്റു പറയുന്നുണ്ട്. നമുക്കെപ്പോഴും ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണെന്നുള്ളൊരു വലിയ ഓർമ്മ നമുക്കുണ്ടാകാൻ വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ശാന്തിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയ്യടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.